ദേശാഭിമാനിയിൽ വി ഡി സതീശൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയതോ ഈ ദുരന്ത സ്ഥലത്ത് എത്തിയതോ സംബന്ധിച്ച ഒരു വാർത്തയും നിങ്ങൾക്ക് ദേശാഭിമാനിയിൽ കാണില്ല. നമ്മൾ പ്രതീക്ഷിച്ചൂടല്ലോ. അങ്ങനെ വി ഡി സതീശന്റെ ഒരു പടം പോലുമില്ല. വി ഡി സതീശൻ വന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇന്നലെ മര്യാദക്കെ വി ഡി സതീശൻ വന്നില്ലേ ഞങ്ങളെ ക്യാപ്റ്റൻ എന്തൊക്കെയായിരുന്നു? ഞങ്ങളെ ക്യാപ്റ്റൻ 24 മണിക്കൂർ ജലപാനമില്ല. ആ 2018 ഒരു കൊല്ലം പിണറായി വിജയൻ ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല പിണറായി വിജയൻ. 2018 19 കുടിച്ചില്ല. അങ്ങനെയുള്ള പിണറായി വിജയൻ ഇവരെ ക്യാമ്പ് തന്നെയായിരുന്നു. എന്തൊക്കെയാ ചെയ്തത്? പട്ടിക്ക് പൂച്ചക്കൊക്കെ വെള്ളം കുടിക്കായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദേശാഭിമാനിയായിരുന്നു. പക്ഷേ ദേശാഭിമാനി ഇന്നിതാ വി ഡി സതീശന്റെ ഒരു വാർത്തയോ ഒരു ഫോട്ടോയോ നിങ്ങൾക്ക് എവിടെ തിരഞ്ഞു നോക്കിയാലും കാണില്ല. ബെസ്റ്റ് മക്കളെ, ബെസ്റ്റ് കേട്ടോ. ഇതാണ് പത്രപ്രവർത്തനം. പക്ഷെ നമ്മൾ ദേശാഭിമാനിയെ കുറ്റപ്പെടുത്തരുത്. ദേശാഭിമാനി വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ദേശാഭിമാനി ഭംഗിയായി ചെയ്തു മറ്റുള്ള ഒരു തെണ്ടിത്തരം ചെയ്ത, പക്ഷേ ഏറ്റവും വലിയ തെണ്ടിത്തരം ചെയ്ത പത്രത മാതൃഭൂമി. ഒരു പത്രം എന്താവരുത്, അല്ലെ? ഒരു പത്രം എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മാതൃഭൂമി. ഇപ്പൊ ദേശാഭിമാനിയുടേതായ പാർട്ടി താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ കരിവാരി തെക്കുക, വി ഡി സതീശനെ നുണേശൻ എന്ന് പറയുക, വി ഡി സതീശൻ ചെയ്ത ഒരു കാര്യവും പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതിരിക്കുക, എല്ലാ ദിവസവും വി ഡി സതീശന്റെ വീഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശനെ നേരെ കൈവിരൽ ചൂണ്ടുക. ആ ചൂണ്ടുമ്പോഴൊക്കെ 3-4 വിരലുകൾ തങ്ങളുടെ സ്വന്തം നെഞ്ചത്തേക്കാണ് എന്ന് ദേശാഭിമാനി അറിയാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ മാതൃഭൂമി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ആരെ സന്തോഷിപ്പിക്കാനാണ്? നമുക്ക് നോക്കാം. ഇതില് വി ഡി സതീശന്റെ ഇന്നലത്തെ സന്ദർശനം സംബന്ധിച്ച് എത്ര വാർത്തകളുണ്ട്, എത്ര ഫോട്ടോകളുണ്ട് നോക്കേ. ഒന്നാം പേജിൽ ഒരു ഫോട്ടോയുണ്ട്. ഒരു 2 കോളത്തിൽ വി ഡി സതീശൻ മുണ്ടും മടക്കി കുത്തി നിൽക്കുന്ന ഒരു കൊച്ചു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ക്യാപ്ഷൻ വെള്ളപ്പൊക്കമുണ്ടായ ആറന്മുള പരമുട്ടുംപടി സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ. ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയും ഇല്ല കേട്ടോ. ഒരു കൊച്ചു ഫോട്ടോ മാത്രം ഒന്നാം പേജിൽ. ഒരു ചടങ്ങിനെ കണ്ണ് പൊടിയിടാൻ എന്ന് പറഞ്ഞാൽ ഈ പത്രം കാശ് കൊടുത്ത് വാങ്ങുന്ന നിങ്ങളുടെയൊക്കെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് വി ഡി സതീശന്റെ ഒരു കൊച്ചു പടം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒഴിയാതെ ദുരിതം, 26 മരണം, കാണാതായവർ 4 എന്നൊക്കെ പറഞ്ഞത് ഈ പ്രളയത്തിന്റെ വാർത്തകൾ. അത് കഴിഞ്ഞിട്ട് നൊമ്പരമായി രാജേഷ് മടങ്ങി തുടങ്ങിയ വാർത്തകളാണ് അതിന്റെ കൂടെ കൊടുത്തത്. വി ഡി സതീശൻ എപ്പോഴാണ് എത്തിയത്, എന്തൊക്കെയാണ് പറഞ്ഞത്, ഒരു വരി പോലും ഈ ഉള്ളിലെ പേജിൽ ഉണ്ടോ നമുക്ക് നോക്കാം. ഉള്ളിലെ പേജിൽ ഉണ്ടോ എന്ന് നോക്കാം. 2-ാം പേജിലില്ല, 3-ാം പേജിലില്ല, 4-ാം പേജിലില്ല, 5-ാം പേജിൽ പിന്നെ പരസ്യമാണ്. 6-ാം പേജ് എഡിറ്റോറിയൽ ഇല്ല. ആ പേജിൽ ഒന്നുമില്ല. 7-ാം പേജിൽ ഇല്ലേ ഇല്ല. 7-ാം പേജിൽ ഇല്ലേ ഇല്ല. 8-ാം പേജിൽ ഇല്ല. 8-ാം പേജിലും ഇല്ല. 9-ാം പേജിലില്ല. 10-ാം പേജിൽ ചരമ പേജ് അതിൽ ഉണ്ടാവില്ലല്ലോ. 11-ാം പേജ് ബിസിനസ് പേജ് അതിലും ഇല്ല. 12-ാം പേജ് സ്പോർട്സ് ഇല്ല. 13 ലോക്കൽ പേജ് ഇല്ല. 14 ബാക്ക് പേജ് വിദേശ വാർത്തകൾ ഇല്ല. എങ്ങനെയുണ്ട്? ഇതിനെയാണ് എന്താ പറയാ ഈ പത്രപ്രവർത്തനത്തെ, ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഞാനിതിവിടെ പറഞ്ഞാൽ സഭ്യേതരമല്ലാത്തൊരു വാക്കാവും. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. കുറെ ദിവസമായി മാതൃഭൂമി പത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വിഘടന ശക്തികൾക്കൊപ്പം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന വിദേശ വിഘടന ശക്തികൾക്ക് താങ്ങായി തണലായി അവരുടെ എല്ലാ പരാക്രമങ്ങളെയും വെള്ളപൂശിക്കൊണ്ട് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, നമുക്കറിയാലോ ആ CJP പ്രക്ഷോഭകാലത്തൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധമായ വാർത്തയും നിങ്ങൾക്ക് ഈ പത്രത്തിൽ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയുന്നത് വെറുതെ എനിക്ക് മാതൃഭൂമിയോട് എന്ത് വിരോധം? ഒരു വിരോധമില്ല എനിക്ക് മാതൃഭൂമിയോട്. മറ്റെല്ലാ പത്രങ്ങളെയും പോലെ ഒരു പത്രം അത്രയേ ഉള്ളൂ. പക്ഷെ രാവിലെ പത്രങ്ങൾ വായിക്കുമ്പോൾ രാവിലെ ഇന്ന് ഞാൻ മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും കേരള കൗമുദിയും 4 പത്രങ്ങളാണെന്ന് രാവിലെ ഞാൻ നോക്കിയത്. ഈ 4 പത്രങ്ങൾ നോക്കിയപ്പോ ഇമ്മാതിരി തണ്ടിത്തന്നെ ഒരു പത്രം ഇല്ലാന്ന്. ദേശാഭിമാനിക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് അതിൻ്റെതായ ചില രീതികളുണ്ട്. ആ രീതികൾ ദേശാഭിമാനി ചെയ്യുന്നു. പക്ഷെ
ഇതിനെന്ത് രീതി? ആരെ സന്തോഷിപ്പിക്കാൻ? നമ്മൾ പത്രം എന്ന് പറയുമ്പോൾ വാർത്തകൾ അറിയിക്കാനുള്ള പത്രം. ഈ പത്രം ആൾക്കാരൊക്കെ രാവിലെ വാങ്ങുന്നത് മാതൃഭൂമിയിലെ ഷെയർ ഹോൾഡേഴ്സിനും മാതൃഭൂമിയിലെ മുതലാളിക്കും കഞ്ഞി കുടിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു ഇവർക്ക് വേണ്ടിയിട്ട് ഭിക്ഷ കൊടുക്കുകയല്ല. ഈ പത്രം വാങ്ങുന്നത് ഇതിലുള്ള സത്യസന്ധമായ വാർത്തകൾ. മാതൃഭൂമിക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. മലയാളികൾ പത്രം വാങ്ങുന്നത് നേരത്തെയുള്ള ഒരു മാതൃഭൂമിയുടെ ആ ഒരു വിശ്വസനീയത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴോ ഇങ്ങനൊരു പത്രം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾക്ക് ഈ സർക്കാരിനോട് ദേഷ്യമുണ്ടാകാം, ഈ സർക്കാരിനോട് വിരോധം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ വിമർശിക്കുക. പത്രം എന്ന് പറയുമ്പോൾ വാർത്ത രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിമർശിക്കുന്നേ. നിങ്ങൾ വി ഡി സതീശന്റെ വീഴ്ചകൾ നിങ്ങൾ എണ്ണി പറ. വി ഡി സതീശന്റെ വീഴ്ചകൾ ഇതൊക്കെയാണ് വി ഡി സതീശന്റെ വീഴ്ചകൾ. ഇതല്ല, അതൊക്കെയാണ് പത്രം ചെയ്യേണ്ടത്. പത്രം എന്ന് പറഞ്ഞാൽ വെറും വാർത്ത കൊടുക്കുന്ന ഒരു സംവിധാനമല്ല. വാർത്ത കൊടുക്കുക, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യുക, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈ ഭരണാധികാരികൾ നടത്തുന്ന വീഴ്ചകൾ. യഥാർത്ഥത്തിൽ പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് പത്രങ്ങൾ, ഒരു സംശയം വേണ്ട. പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് പത്രങ്ങൾ, അതിലൊരു സംശയമില്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടിത്തമാണത്? നിങ്ങൾ ഈ പത്രം മാതൃഭൂമി സ്ഥിരം വായിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നത്തെ പത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലേ? ഒരു മുഖ്യമന്ത്രി ഈ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു പ്രളയം, ആ പ്രളയമുഖം സന്ദർശിക്കുന്നു. ഇനി സന്ദർശിക്കാൻ നിങ്ങൾ കൊടുക്കേണ്ടതേ. പക്ഷെ ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് CPM-നെതിരാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഈ നാട് കുട്ടിച്ചോറാക്കിയ ഈ CPM-ന്റെ ഏറ്റവും ദുഷിച്ച കാര്യങ്ങളാണ്. അത് ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പറയുന്ന പ്രളയത്തിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച സർക്കാരിന്റെ പിടിപ്പ് കേടാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ മാതൃഭൂമിക്കെതിരാ പൊള്ളുന്നത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് പത്രങ്ങൾ നോക്കിയപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ എന്ന് പറയുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ പത്രം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടരുന്ന ഇതിന്റെ നയ സമീപനം അറിയുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശാഭിമാനി കൈ കിട്ടുമ്പോൾ ദേശാഭിമാനിയിലെ ഈ വി ഡി സതീശന്റെ ചിത്രങ്ങളും വി ഡി സതീശന്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും കരുതില്ല. കാരണം ദേശാഭിമാനി അങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ പത്രം പ്രതീക്ഷയോടെ കയ്യിലെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ആ പ്രതീക്ഷയാലാണ് നമ്മൾ ഇത് കയ്യിലെടുക്കുന്നത്. പക്ഷെ ഇത് ദേശാഭിമാനിക്കാൾ അങ്ങേപ്പുറം ഇത് ചെയ്യുന്നത് എന്ത് വൃത്തികേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഇത് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാതൃഭൂമിയുടെ കോപ്പികൾ ഇങ്ങനെ ഇടിഞ്ഞ് ഇല്ല, തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പത്രം എന്ന് പറയുന്നത് ഈ പത്രം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പത്രം ജനങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. ജനങ്ങൾ ഈ പത്രം പൈസ കൊടുത്ത് വാങ്ങുന്നത് ഇതിലെ വാർത്തകൾ അറിയാനാണ്, നാട്ടിൽ നടക്കുന്ന വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇവരുടെ തോന്നിയാസങ്ങൾ സഹിക്കാനല്ല. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതബാധിത പ്രദേശങ്ങളിലേക്കൊന്നും പോയില്ല, ക്യാമ്പുകളൊന്നും സന്ദർശിച്ചില്ല. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രതിപക്ഷവും നമ്മുടെ ചില പത്രങ്ങൾ മാത്രമല്ല വിവിധ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്. വി ഡി സതീശൻ ചെയ്തത് വലിയ അപരാധമായി പോയി. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം, ജനങ്ങളെ മുഴുവനും സംഭീതരാക്കിക്കൊണ്ട് എന്തോ വലിയ അപകടമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളാകെ ഭയവിഹ്വലരാക്കിക്കൊണ്ട് അതിന്റെ ഇടയിൽ ഞാനിതാ രക്ഷകനായി അവതരിച്ചിരിക്കുന്നു. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, പഴുതാരകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സകലമാന ജീവജാലങ്ങളുടെയും രക്ഷകനായി ഇങ്ങനെ അവതരിപ്പിച്ച ആ രീതിയില് വമ്പിച്ച PR വർക്ക് നടത്തിയ പിണറായി വിജയനെ അനുകരിക്കണം അത്രേ വി ഡി സതീശൻ. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ദിവസം നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടം നിലവിളി. ഏതായാലും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഈ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചു. അവിടെ മുഖ്യമന്ത്രിയെ വളരെ സന്തോഷപൂർവ്വം, വളരെ ആവേശപൂർവ്വം അവിടുത്തെ അവിടെ താമസിക്കുന്ന, അവിടെ അഭയം തേടിയെത്തിയ ജനങ്ങളാകെ സതീശനെ വളഞ്ഞു. സതീശൻ അവരോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അവർക്ക് ആർക്കും പ്രത്യേകിച്ച് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതേ. അപ്പൊ ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ കൊടുത്തത് നമുക്ക് നോക്കണമല്ലോ.
മലയാള മനോരമയുടെ 1-ാം പേജിൽ ഇതാ വി ഡി സതീശൻ ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് ലാളിക്കുന്ന ഒരു പടമുണ്ട് കേട്ടോ. സ്നേഹലാളനം എന്നാണ് അതിന്റെ ഒരു ക്യാച്ച് ലൈൻ കൊടുത്തത്. സ്നേഹലാളനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ തോട്ടപ്പുഴശ്ശേരി ചിറയിറമ്പ് MTLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന 3 വയസ്സുകാരി എസ് നവമിയെ ലാളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുന്നറിയിപ്പും ദുരന്ത നിവാരണവും മെച്ചപ്പെടുത്തും മുഖ്യമന്ത്രി എന്താ പറയുന്നത്? മുന്നറിയിപ്പും ദുരന്ത നിവാരണവും മെച്ചപ്പെടുത്തും മുഖ്യമന്ത്രി. ഏത് പേജിലാണ്? 7-ാം പേജിൽ. നമുക്കൊന്ന് 7-ാം പേജ് സന്ദർശിക്കാം അല്ലേ? സതീശൻ എന്തൊക്കെയാ പറയുന്നത് നോക്കട്ടെ. 7-ാം പേജിൽ. യെസ്, അങ്ങനെ മനോരമ പത്രത്തിന്റെ 7-ാം പേജിൽ 7-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സ്റ്റോറിയാണ് പ്രളയം ദുരന്ത നിവാരണം മെച്ചപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. തടുക്കും നമ്മൾ. എന്താ പറയുന്നത്? നമ്മൾ ഇതിനൊക്കെ തടുക്കും. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ചെയ്ത തെമ്മാടിത്തത്തിന്റെ ഒരു അനന്തര ഫലമായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, റൂം ഫോർ റിവർ ഡച്ചിൽ എന്താ പറയുക, നെതർലാൻഡ്സ് എങ്ങനെയാണ് ഈ പ്രളയത്തെയൊക്കെ അതിജീവിച്ചത്. കേരളത്തെക്കാൾ പ്രകൃതി ലോലമായ, എപ്പോ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിലൊക്കെ മുങ്ങിപ്പോകുന്ന ഒരു പ്രദേശമാണ് നെതർലൻഡ്സ്. ആ നെതർലൻഡ്സ് വളരെ വളരെ ശാസ്ത്രീയമായി പെട്ടെന്നുണ്ടാകുന്ന ഈ എന്താ പറയുക വർഷപാതത്തിൽ തോടുകളും ഈ പുഴകളൊക്കെ കരകവിയുമ്പോൾ, നാടാകെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതിനുള്ള പ്രതിവിധിയായി അവർ വളരെ കൃത്യമായി ശാസ്ത്രീയമായ പദ്ധതികൾ അവർ പ്രയോഗിച്ചു. റൂം ഫോർ റിവർ അല്ലേ? അങ്ങനെ ഒരു പദ്ധതി. ഇത് മനസ്സിലാക്കാനാണ് 2018-19 കാലത്ത് പ്രളയമുണ്ടായപ്പോൾ പിണറായിയും ടീമും കോടികൾ മുടക്കിയിട്ട് 1-2 ആഴ്ച നെതർലൻഡ്സ് സന്ദർശിച്ചു, അർമാദിച്ചു. എന്നിട്ട് പറഞ്ഞതാ അതൊക്കെ ഇവിടെ നടപ്പാക്കാൻ പോകുന്നു. ഒരു മണ്ണാങ്കണ്ടി നടത്തില്ല, ഒന്നും ചെയ്തില്ല. കോടികൾ ഇതിനു വേണ്ടി പൊടിച്ചു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ചെയ്തില്ല. നമ്മളെ നദികളിലാകെ മണല് നിറഞ്ഞിരിക്കുകയാണ്. അടക്കെട്ടുകളിലും നദികളിലും ഒക്കെ അവിടെ ജലം ഉൾക്കൊള്ളാനുള്ള അവരുടെ ശേഷി കുറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ മണലൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ഈ അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റണം, നദികൾക്ക് ഒഴുക്ക് എന്താ പറയാ തടസ്സമില്ലാതെ ഒഴുകാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. ഇതിനൊന്നും ഒരു ശ്രമവും നടത്തിയില്ല. ഇവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് വീണ്ടും പ്രളയം ഉണ്ടാവുമ്പോൾ നമുക്കറിയാലോ, കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് നടത്തിയ കഥകള് അല്ലേ? എത്ര എറണാകുളത്തൊക്കെ പാർട്ടി സഖാക്കൾ കൈയിട്ട് വാരിയത് എത്ര കേസുകളൊക്കെ പിണറായി ചവിട്ടിത്താഴ്ത്തി. അതൊന്നും പിന്നെ പൊന്തി വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവരൊക്കെ കാത്തിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇങ്ങനെ തുറക്കണം, അതിലേക്ക് സഹായങ്ങൾ ഇങ്ങനെ ഒഴുകി വരണം. എന്നിട്ട് പിണറായി എന്ന് പറഞ്ഞത് ഒന്നിച്ചിറങ്ങുകയല്ലേ? എന്തിനാ ഒന്നിച്ചിറങ്ങുന്നത്? അപ്പോഴാണ് സഖാക്കളൊക്കെ ഒന്നിച്ചിറങ്ങിയത്. അപ്പോഴാണ് എറണാകുളത്ത് നിന്ന് സക്കീർ ഹുസൈനെ പോലുള്ള ഒരുപാട് അന്തംഗമ്മികൾ കൈയിട്ട് വാരി കോടികൾ പ്രളയ ദുരന്ത ഫണ്ട് തട്ടിപ്പുകൾ നടത്തിയ കഥകളൊക്കെ നമുക്കറിയാലേ. ഏതായാലും സതീശൻ അങ്ങനെയൊന്നും ചെയ്തില്ല. വളരെ കൃത്യമായി വി ഡി സതീശന്റെ നിർദ്ദേശാനുസരണം എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ ജില്ലകളിലേക്കും പ്രത്യേകം ടീമിനെ നിയോഗിച്ചു. അല്ലാതെ എല്ലാ സ്ഥലത്തും പോയി കണ്ട് ഈ അന്തംഗമ്മികളുടെ വർത്താനം കേട്ടായിരിക്കും മുഖ്യമന്ത്രി എവിടെയൊക്കെ വെള്ളം മുങ്ങുന്നു അവിടെയൊക്കെ മുഖ്യമന്ത്രി അവിടെ പറന്നെത്തണം, എന്നിട്ട് വെള്ളം മുഴുവനായിട്ട് കുടിച്ച് വറ്റിക്കണം. എന്ത് പെട്ടിത്ത ചെയ്യുന്ന കാലം മാറിയില്ലേ? മുഖ്യമന്ത്രി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പറന്നു വരികയല്ല ചെയ്യുക. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുക. അതിനുള്ള മെഷീനറിയെ അതിന് സജ്ജമാക്കുകയാണ് ചെയ്യുക. ഇതിനൊന്നും മുഖ്യമന്ത്രി നേരിട്ടെത്തൂ എന്നും വേണ്ട. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് മുഖ്യമന്ത്രി വന്നില്ല. ഏതായാലും വന്നു. മുഖ്യമന്ത്രി വന്നു, കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു, കാര്യങ്ങളൊക്കെ പക്ക ആണെന്ന് മനസ്സിലായി. അതാണ് സംഭവിച്ചത്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഈ പറയുന്ന പിണറായി സർക്കാർ ചെയ്ത തെണ്ടിത്തരത്തിന്റെ അനന്തരഫലമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നലത്തെ പത്രത്തിലൊക്കെ നമ്മൾ അതിന്റെ മുഖപ്രസംഗങ്ങൾ കണ്ടു, അതിന്റെ നിരീക്ഷണങ്ങൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുത്തി തീർത്തതാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് പ്രളയം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ ഓരോ വർഷവും പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണോ അതിനെ നേരിടേണ്ടത്? ഒന്നും ചെയ്തില്ല. അതാണ് ഇനി അതൊക്കെയാണ് UDF സർക്കാർ പരിഹരിക്കാൻ വേണ്ടി പോകുന്നത്. അതാ പറയുന്നത്, തടുക്കും നമ്മൾ, ഇനി തടുക്കും. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ചെയ്ത തെണ്ടിത്തരം ഞങ്ങൾ ചെയ്യില്ല, നമ്മൾ ഇതൊക്കെ തടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വളരെ ആർജവത്തോടെ വി ഡി സതീശൻ പറയുകയാണ്. തടുക്കും നമ്മൾ. പരീക്ഷണ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ ഡാം മാനേജ്മെന്റ് പൊതു സംവിധാനം എന്നിട്ട് പറയുന്നു,
കാലാവസ്ഥാ പ്രവചന സംവിധാനവും ദുരന്ത നിവാരണവും മെച്ചപ്പെടുത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരീക്ഷണ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കും. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന മഴമാപിനികൾ സ്ഥാപിച്ചും കുസാറ്റ് ഉൾപ്പെടെയുള്ള മികച്ച ഏജൻസികളെ സഹകരിപ്പിച്ചും ഫലപ്രദമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകും. ആധുനിക ഡാം മാനേജ്മെന്റ് സിസ്റ്റം ഒരുക്കും. ജില്ലയിലെ വെള്ളപ്പൊക്ക സ്ഥിതി വിലയിരുത്താൻ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ഓക്കെ, കഴിഞ്ഞില്ല. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും ഉണ്ടാകുമ്പോൾ റഡാറിൽ അറിഞ്ഞ് ജനങ്ങളെ മാറ്റാനുള്ള സമയം പോലും ലഭിക്കുന്നില്ല. 8 വർഷത്തോളമായി നദികളിൽ കിടക്കുന്ന ചെളിയും മണ്ണും നീക്കും. 150 മുകളിൽ ആളുകളുള്ള ക്യാമ്പുകൾ വിഭജിക്കും. ക്യാമ്പുകളിൽ എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ഉൾപ്പെടെ ഭക്ഷണപ്പൊതി എത്തിക്കും. വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും. 2018 വ്യാപാരികൾക്ക് സഹായം കിട്ടിയിട്ടില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. 2018 ഇതേപോലെ പിണറായി എല്ലാ ഉഡ്ഡായിപ്പുകളും ചെയ്യലോ, ഞാനിതാ രക്ഷകൻ, കാക്കകൾക്ക്, പൂച്ചക്ക്, പട്ടികൾക്ക് എല്ലാവരുടെയും രക്ഷകൻ. പക്ഷേ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാറില്ല. വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു പറഞ്ഞത് 2018 കൊടുത്തില്ല. പിന്നെ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM പറയുന്നത് ചെയ്യാനല്ല ഞാൻ. അതായത് ഇപ്പൊ എല്ലാ ദിവസവും എന്താണ് CPM പറഞ്ഞിട്ട് ഞങ്ങളെ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ ജനം പിടിച്ച് മൂലക്ക് ഇരുത്തിയത്. എന്നിട്ടാണല്ലോ ജനങ്ങള് മൂലക്ക് പിടിച്ചിരുത്തിയത്. അതാണ് വി ഡി സതീശൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ, എനിക്ക് എന്റേതായ പദ്ധതികളുണ്ട്, നിങ്ങൾ ചെയ്ത തെണ്ടിത്തരം ഞാൻ ചെയ്യില്ല എന്ന് സതീശൻ പറയുകയാണ്. പത്തനംതിട്ടയിൽ എത്താൻ വൈകി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ജില്ലയിൽ മണിക്കൂറുകൾക്കകം മന്ത്രി എത്തി. കേൾക്കണം, ജില്ലയിൽ മണിക്കൂറുകൾക്കകം മന്ത്രി എത്തി. എല്ലാവരെയും ബന്ധപ്പെട്ടു നടപടികൾ ഏകോപിപ്പിച്ചു. ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്നത് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. ഏത് ക്യാമ്പിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും പരിഹരിക്കും. അത് CPM പറഞ്ഞാലും പരിഹരിക്കും. കേട്ടോ. ഇനി ഓരോരോ വ്യക്തികളെയും മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നു, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു, അങ്ങനെ എല്ലാം പരിഹരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടതാ മറ്റൊരു സ്റ്റോറി. എക്കലും മണലും നീക്കിയിട്ട് വർഷങ്ങൾ. അന്തകമ്മികളെ കേട്ടില്ലേ? എക്കലും മണലും നീക്കിയിട്ട് വർഷങ്ങൾ. വകുപ്പുകളുടെ ഏകോപനത്തിന് നിർദ്ദേശം. ജലവിഭവ റവന്യൂ വകുപ്പുകൾ ചർച്ച നടത്തും. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാനത്തെ നദികളിലും കായലുകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും മണലും നീക്കം ചെയ്യുന്നതിനായി ജലവിഭവ റവന്യൂ വകുപ്പുകളുടെ ഏകോപനത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. എക്കലും ചെളിയും നീക്കിയത് 3 മാത്രം. 2018-19 പ്രളയങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ 43 പുഴകളിൽ നിന്നായി നീക്കം ചെയ്യാൻ ലക്ഷ്യമിട്ട 3.01 കോടി ക്യൂബിക് മീറ്റർ എക്കലിൽ 1/3 മാത്രമാണ് 2022 തുടങ്ങിയ പദ്ധതിയിലൂടെ വാരിമാറ്റിയത്. എന്നാൽ ശേഖരിച്ച മണ്ണ് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ പലയിടത്തും സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് ഇവ കൂട്ടിയിട്ടത്. അപ്പൊ ഇത്രയും വിശദമായ വാർത്തകളൊക്കെ മലയാള മനോരമയിലുണ്ട്. ഓക്കെ, നമുക്കിനി കേരള കൗമുദി നോക്കാം കേട്ടോ. കേരളമുദി അതേപോലെ കേരളമുദി ഒന്നാം പേജിൽ വി ഡി സതീശൻ ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് ഉയർത്തി അതിനെ ആശ്വസിപ്പിക്കുന്ന ഫോട്ടോ ആണ്. പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആറന്മുളയിലെ ചിറയിറമ്പ് MTLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെ 3 വയസ്സുകാരി നവമിയെ എടുത്തപ്പോൾ അബിൻ വർക്കി MLA, മന്ത്രി PC വിഷ്ണുനാഥ് എന്നിവർ സമീപം. വാർത്ത പേജ് 4. 4-ാം പേജിൽ അതിന്റെ വിശദമായ വാർത്തയുണ്ട്. നമുക്കൊന്ന് 4-ാം പേജിൽ നോക്കാം എന്തൊക്കെയാണ് വാർത്ത എന്ന്. നാലാം പേജിലല്ല, 5-ാം പേജിലാണ്. കേരളമതിക്കാരോട് പേജ് തെറ്റിയതാണ്. 5-ാം പേജിലെ ഏറ്റവും മെയിൻ സ്റ്റോറിയാണ് കണ്ണീരൊപ്പി മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. റാന്നിക്ക് ആശ്വാസം. ഉച്ചക്ക് 2 മണിയോടെ വന്ന് റാന്നി നഗരത്തിലെ ദുരിതാശ്വാസ ക്യാമ്പായ ഗവൺമെന്റ് LP സ്കൂളിൽ മുഖ്യമന്ത്രി എത്തി. അവിടെ 26 കുടുംബങ്ങളുണ്ട്. പ്രളയത്തെ തുടർന്ന് കിഴക്കേക്കര വീട്ടിൽ നിന്ന് സജിതയും ഓലിക്കൽ വീട്ടിൽ നിന്ന് ഉഷയും ഉടുവസ്ത്രവുമായി ഇറങ്ങേണ്ടി വന്നത് മുഖ്യമന്ത്രിയോട് വിവരിച്ചു. MS ഹയർ സെക്കൻഡറി സ്കൂളിൽ റാന്നിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 100 കണക്കിന് ആളുകൾ മുഖ്യമന്ത്രിയെ കാത്തിരുന്നു. അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആശ്വാസധനം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് പ്രത്യേക പാക്കേജിന് രൂപം നൽകും. അത് കഴിഞ്ഞിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം റാന്നി MLA റാന്നി MSHSസിലെത്തി നാശനഷ്ടങ്ങൾ സംഭവിച്ചവരുടെ നിവേദനങ്ങൾ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നമുക്ക് കാണാം. ആ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രളയമണ്ണ് നീക്കി പുഴകളുടെ ആഴം കൂട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വി ഡി സതീശൻ നടത്തിയത് കേരളമുദി പ്രത്യേക സ്റ്റോറി ആയിട്ട് കൊടുത്തിരിക്കുന്നു. പ്രളയമണ്ണ് നീക്കി പുഴകളുടെ ആഴം കൂട്ടും, റോഡുകളും പാലങ്ങളും ഉടൻ നന്നാക്കും, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വീഴ്ചയില്ല. അനിൽകുമാറിന്റെ ഒരു പ്രസ്താവന കൂടിയുണ്ട്. ഇത്രയൊക്കെയാണ് കേരള കൗമുദി കൊടുത്തത്.
ഇനി നമുക്ക് ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ.